കമ്പനി ഇറക്കിയിരിക്കുന്നത് പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡറാണ്. എന്തുകൊണ്ട് പ്രോട്ടീൻ പൗഡർ എന്ന് മാത്രം വെച്ചിട്ടില്ല, പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ ആണ്. ഇത് അൺഫ്ലേവർഡ് ആണ്. സോയയുടെ വേ പ്രോട്ടീൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. സോയ എന്ന് പറഞ്ഞാൽ നോർമലി സോയാബീൻ അതിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. പിന്നെ വേ പ്രോട്ടീൻ പാലിൻ്റെ എക്സ്ട്രാക്റ്റ് ആണ്. ഈ രണ്ടിൽ നിന്നുമാണ് നമ്മുടെ പ്രോട്ടീൻ ഇറക്കിയിരിക്കുന്നത്. ഈ പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ വേണേലും യൂസ് ചെയ്യാം. നിങ്ങളിപ്പോൾ എല്ലാവരും തന്നെ ഷേക്കിൽ മാത്രമാണ് യൂസ് ചെയ്യണത്. പ്രോട്ടീൻ വാട്ടറായിട്ട് എടുക്കാം. നമ്മുടെ ശരീരത്തിന് സഫീഷ്യൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ കിട്ടണമെങ്കിൽ നമുക്ക് പ്രോട്ടീൻ വാട്ടറായിട്ട് യൂസ് ചെയ്യാം. അതല്ലാതെ നിങ്ങൾ യൂസ് ചെയ്യുന്ന കറികളിൽ അതിൻ്റെ അകത്ത് പ്രോട്ടീൻ യൂസ് ചെയ്യാം. ഇതിൻ്റെ അകത്ത് ചൂട് തട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ചൂടത്ത് യൂസ് ചെയ്താലും നമ്മുടെ പ്രോട്ടീൻ വാല്യൂ പോകത്തില്ല. പക്ഷെ നമ്മുടെ ഫോർമുല 1 ഒക്കെയാണ് ചൂട് തട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ന്യൂട്രീഷൻ വാല്യൂ പോകും. പക്ഷെ പ്രോട്ടീൻ നമുക്ക് ഏത് ഇത് സിറ്റുവേഷനിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു സ്കൂപ്പ് എടുക്കുമ്പോൾ നമുക്ക് 5 ഗ്രാം പ്രോട്ടീൻ ആണ്. 20 കാലറി മാത്രമായിട്ട് ലഭിക്കുന്നുള്ളൂ. പിന്നെ കാർബോഹൈഡ്രേറ്റ് ഇല്ല, ഫാറ്റ് ഇല്ല, ഷുഗർ ഇല്ല. പ്രോട്ടീന് വേറെ ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. മെയിനായിട്ട് ഷേക്കിൽ വേണ്ടി മാത്രമല്ല, നമുക്ക് ശരീരത്തിന് വേണ്ട പ്രോട്ടീൻ കിട്ടണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ പ്രോട്ടീൻ എടുക്കണം. 38 ഗ്രാം പ്രോട്ടീനാണ് നമ്മൾ ഒരു ദിവസം ഷേക്കിൽ നിന്ന് എടുക്കുന്നത്. ഇനി ബാക്കി നിങ്ങളുടെ പ്രോട്ടീൻ, ഇപ്പം നിങ്ങളൊരു 60 കിലോ ആണെങ്കിൽ നിങ്ങൾക്ക് 60 ഗ്രാം പ്രോട്ടീൻ വേണം. അതിൻ്റെ നമ്മളൊരു 10 ഗ്രാം ഒക്കെ നമ്മൾ ചിലപ്പോൾ എടുക്കുമായിരിക്കും. എവിടെ നിന്ന്? നമ്മുടെ ഫുഡിൽ നിന്ന് എടുക്കുമായിരിക്കും. ശരിയല്ലേ? പക്ഷെ ആ ഫുഡിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു വിഷയമുണ്ട്. അവിടെ ഫാറ്റ് വരുന്നുണ്ട്, കാർബോഹൈഡ്രേറ്റ് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പ്രോട്ടീൻ വാട്ടറായിട്ട് യൂസ് ചെയ്യാം. അത് നിങ്ങളുടെ കോച്ച് പറഞ്ഞിരിക്കുക. അതുപോലെ സൂപ്പിൽ യൂസ് ചെയ്യാം, യോഗറിൻ്റെ കൂടെ യൂസ് ചെയ്യാം, ഓട്സ് ഉണ്ടെങ്കിൽ ഓട്സിൻ്റെ കൂടെ യൂസ് ചെയ്യാം. അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് നമ്മുടെ പ്രോട്ടീൻ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചൂട് തട്ടുന്നുള്ള ഇഷ്യൂവിൻ്റെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. കൃത്യമായുള്ള സഫീഷ്യന്റ് പ്രോട്ടീൻ എടുത്തിട്ട് നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നല്ല സുന്ദരമായിട്ടിരിക്കും. പ്രോട്ടീൻ സ്കിപ്പ് ചെയ്തുകൊണ്ടുള്ള വെയിറ്റ് ലോസ് ആരും തന്നെ മുന്നോട്ട് കൊണ്ടുവരുത്. പ്രോട്ടീൻ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. 4 to 4.5 മണിക്കൂറാണ് നമ്മുടെ പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നത്. അതിനുള്ള ആവശ്യമുള്ള സാധനങ്ങളെല്ലാം എടുത്തതിന് ശേഷം ബാക്കി ഡൈജസ്റ്റ് ആയിട്ട് പുറത്തു പോകും. പിന്നെ പ്രോട്ടീൻ എടുക്കുന്നതുകൊണ്ടല്ല നമ്മൾ വാട്ടർ എടുക്കുന്നത്. വാട്ടർ എടുക്കുന്ന വേറൊരു കാര്യം, പ്രോട്ടീൻ എടുക്കുന്ന വേറൊരു കാര്യം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പൊ പ്രോട്ടീൻ ഇല്ലാത്തതിനെ കുറിച്ച് ചെയ്യരുത്. കുറെ ആൾക്കാർ പ്രോട്ടീൻ ഇല്ലാത്തതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. ഒന്നും ആലോചിക്കരുത് കേട്ടോ. നോർമൽ ഞാൻ പറഞ്ഞാണ് 5 ഗ്രാം ആണ്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് അടങ്ങിയിരിക്കുന്നത്. നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ മെയിൻ എനർജി, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസിൽ മാസ്, ഈ കാര്യത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഡെയിലി ബേസിൽ പ്രോട്ടീൻ എടുക്കണം. പിന്നെ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ, നിങ്ങൾക്ക് വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വെയിറ്റ് കൂടുതലുള്ള ആൾക്കാർ നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് പ്രോട്ടീൻ പൗഡർ നിങ്ങളുടെ സ്കൂപ്പിന്റെ എണ്ണം കൂട്ടാം. 2 or 3 നമുക്ക് ആഡ് ചെയ്താലും യാതൊരു കുഴപ്പമില്ല. അത് നിങ്ങളുടെ കോച്ചിനോട് ചോദിച്ചതിന് ശേഷം മാത്രം ചെയ്യുക. വിശപ്പ് കുറവുള്ള ആൾക്കാർ ഒരു സ്കൂപ്പ് പ്രോട്ടീൻ ഇട്ട് കളിക്കരുത്. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇടയ്ക്ക് വിശക്കും, നിങ്ങൾ വേറെ ഭക്ഷണം കഴിക്കും, നിങ്ങളുടെ വെയിറ്റ് ലോസ് റെഡി ആയിട്ട് പോകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് എപ്പോഴും കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് നിൽക്കാൻ വേണ്ടത്. കോച്ചുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ഈ കാര്യത്തിൽ എല്ലാവരും ക്ലാരിറ്റി ലഭിക്കത്തുള്ളൂ. അപ്പോൾ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സാധനമാണ്, ചീത്തപ്പേനുള്ള സാധനമല്ല. കൃത്യമായിട്ട് പ്രോട്ടീൻ സഫീഷ്യന്റ് എടുക്കുക. പിന്നെ ചില ആൾക്കാർ വെയിറ്റ് ലോസ് ചെയ്യുമ്പോൾ പറയും എൻ്റെ സ്കിന്നിന് ഡാമേജ് ഒന്നും ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറയും. അങ്ങനെയുള്ളവരെല്ലാവർക്കും തന്നെ സ്കിൻ ബൂസ്റ്റർ നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ട്. പ്രോട്ടീൻ വാട്ടർ കുടിച്ചാലും നമുക്ക് നല്ലതാണ്. ഒരു ദിവസത്തിൽ എപ്പോഴും പ്രോട്ടീൻ വാട്ടർ ഒരു സ്കൂപ്പ് ഒരു 250 ml പ്രോട്ടീൻ ഇട്ട് കുടിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. കാലറി വലിയതായിട്ട് നമുക്ക് കിട്ടുന്നില്ല. 20 കാലറി മാത്രമേ ഉള്ളൂ ഒരു സ്കൂപ്പിൽ. പിന്നെ അതുപോലെ തന്നെ 0 ഫാറ്റ് ആണ്, 0 കാർബാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. സിമ്പിൾ.